ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ തന്നെ സംരക്ഷണം നൽകുന്നത് പോലീസാണെന്നാണ് നമ്മളുടെ സങ്കല്പം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ഈ സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും പിണറായി വിജയൻ തന്നെയാണ്. പക്ഷേ പോലീസിൻ്റെ ഇപ്പോഴത്തെ പോക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന, ഏറ്റവും ഒടുവിൽ വടകര DYSP ആയ ഉമേഷിൻ്റെ കേസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് CI തന്നെ നൽകിയൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. എങ്ങനെയാണ് ഈ കേരള പോലീസ് ജനങ്ങളെ ഈ രീതിയിൽ പോലെ സംരക്ഷിക്കുക? യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് നമ്പർ 1 എന്നാണ് നമ്മുടെ സ്ഥിരം പ്രയോഗം. അതെ, കേരളമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരർത്ഥത്തിൽ. കാരണം നമ്മുടെ പോലീസുകാർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, എഡ്യൂക്കേറ്റഡ് ആണ്, നന്നായി പെരുമാറാറുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളൊക്കെ സെൻസിബിളാണ്. ഇപ്പോൾ സ്ത്രീ വിഷയങ്ങളിൽ പോലും അവർ കുറേ കൂടിയൊക്കെ അവെയറാണ്. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ പോലീസിന് പോലീസ് എന്നുള്ള സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ പോലീസിലുള്ള വലിയ തോതിൽ ഇടപെടലുകൾ പോലീസിലുണ്ടാവും. 1957 മന്ത്രിസഭ, രാമേന്ദ്രൻ ഓർക്കുണ്ടാവും, 57 മന്ത്രിസഭയ്ക്കെതിരായി വന്ന ഏറ്റവും വലിയ ആരോപണം പോലീസിൽ സെൽ ഭരണം ഉണ്ടായിരുന്നു. ഇന്ന് പോലീസിൽ അങ്ങനത്തെ സെൽഭരണമല്ല, ഇന്ന് ശശി ഭരണമാണ് പോലീസിൽ നടക്കുന്നത്. ഞാൻ അങ്ങനെ പറയുള്ളൂ. മുഖ്യമന്ത്രി ആണ് ആഭ്യന്തരമന്ത്രി എന്നൊക്കെ താങ്കൾ പറഞ്ഞതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, എനിക്കറിയില്ല. അത് നിർവഹിക്കുന്നത് വളരെ കൃത്യമായി ചില ആളുകൾ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് നിയന്ത്രണം. അത് പോലീസുകാരുടെ നിയമനം, സ്ഥലം മാറ്റം, പ്രമോഷനൊക്കെ. 100 കണക്കിന് ഉദാഹരണം, ഇപ്പോൾ ഉമേഷ് ബാബു അടക്കം 100 കണക്കിന് ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ 500 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നത് നമ്മുടെ CPM നേതാക്കൾ പറയാറുണ്ട്. പക്ഷേ കേരളത്തിൽ 600 പോലീസുകാർ ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യം ഇവർ പറയാറില്ല. 600 പോലീസുകാർ കേരളത്തിൽ ആത്മഹത്യ, 600 കൂടുതലുണ്ടെന്നാണ് കണക്ക്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്? ജോലി സമ്മർദ്ദം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ജോലി സമ്മർദ്ദത്തിനേക്കാൾ കൂടുതൽ അവരുടെ മേലുള്ള സമ്മർദ്ദമാണ്. പലപ്പോഴും മേലുള്ള സമ്മർദ്ദമാണ്. സത്യസന്ധമായി വളരെ യുവാക്കളൊക്കെ ആയിട്ട് ഈ പറഞ്ഞതുപോലെ ബിജു പോലെ പോലീസായി വരാനൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ആ അനുഭവം എന്താണെന്ന് വെച്ചാൽ വളരെ 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 മോശമാണ്. ആ ട്രാക്കിലേക്ക് പോയില്ലെങ്കിൽ, ഇപ്പോൾ അധികം പേരും DYFI ഒക്കെയാണ് പോലീസുകാരായിട്ട് വരണേ എന്നാണ് വേറൊരു പരാതി. ആയിരിക്കാം, ഏത് ഭരണകാലത്തും അങ്ങനെയൊക്കെ വരാം. പക്ഷേ DYFI ആവട്ടെ, KSU ആവട്ടെ, യൂത്ത് കോൺഗ്രസ് ആവട്ടെ, ഒരു യുവാവാണ്. ഞാൻ യുവാക്കളിൽ വലിയ പ്രതീക്ഷയുള്ള ഒരാളാണ് സത്യത്തിൽ. കാരണം കുറച്ചുകൂടിയൊക്കെ ഇപ്പം നമ്മൾ യുവാവായിരുന്ന കാലത്തിൽ ഒരു ത്വര നമുക്കിപ്പോൾ ഇല്ലാന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പ്രായം, ആ യുവാക്കളായി വരുന്ന പോലീസുകാർക്ക് പോലും ഇന്ന് ശരിയായി ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയുന്നില്ല. ഉമേഷ് ബാബുവിൻ്റെ മുതൽ അങ്ങോട്ട് മുമ്പോട്ടെടുത്താൽ പോലീസ് നന്നായി, പോലീസിന് ഫ്രീ ഹാൻഡ് കൊടുത്താൽ പോലീസ് അന്വേഷിച്ച് കേസ് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവും കേരളത്തിലില്ല. വളരെ ഇൻ്റലിജൻ്റാണ്. പക്ഷേ ഫ്രീ ഹാൻഡ് എന്ന് പറയുന്നത് ഇല്ല. ഇപ്പോൾ പെൺകുട്ടികളെ ആക്രമിച്ച കേസുകൾ എടുക്കുക. പെൺകുട്ടികളെ ആക്രമിച്ച കേസെടുത്താൽ അന്യസംസ്ഥാന തൊഴിലാളിയോ ഗോവിന്ദച്ചാമിയെ പോലെ ഒരാളോ ആണെങ്കിൽ അയാളെ പിടിക്കും, ഒരു പ്രശ്നമല്ല. കാരണം ഇവിടെ ചരടില്ല. നേരെ മറിച്ച് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി ബന്ധമുള്ള ആളാണ് പിടിക്കില്ല. നോക്കൂ, ഹൈക്കോടതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചന്ദ്രശേഖരൻ്റെ കേസിൽ INTUC നേതാവിൻ്റെ കേസിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് ഹൈക്കോടതി 3 പ്രാവശ്യം ആവശ്യപ്പെട്ട് ഇതുവരെ എടുത്തിട്ടില്ല. പറയുമ്പോൾ കോൺഗ്രസ് നേതാവില്ലേ കേസെടുത്തൂടെ? ഇനിയിപ്പോൾ മറ്റേ CITU നേതാവും ഉണ്ട്, പക്ഷെ എടുത്തില്ല. അങ്ങനെ ഹൈക്കോടതിക്ക് എത്ര പ്രാവശ്യം ഈ പോലീസിനോട് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്, എത്ര അനുഭവങ്ങളിൽ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയന്ത്രണം വളരെ കൃത്യമായും ഈ പറഞ്ഞതുപോലെയുള്ള ചരടുകൾ വഴിയാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ CPM നേതാക്കൾ CPM ഇടപെടുന്നുണ്ടോ, CPMന് താല്പര്യമുണ്ടോ, അവിടെ പോലീസ് നിഷ്ക്രിയമാവും. എവിടെ CPMന് താല്പര്യമുണ്ടോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥ ഇപ്പോൾ ആളുകൾ പിടിക്കുന്നു. ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്തിയതും പിണറായിയാണ്. കാരണം വ്യാജ ഐഡൻറ്റിറ്റി കേസിൽ അയാളെ രാത്രി വീട് വളഞ്ഞ് അയാൾ അറസ്റ്റ് ചെയ്ത് അയാളെ ഹീറോ ആക്കിയതാരെ ആ ഒറ്റ സംഭവത്തിലല്ലേ? നീല ബാഗ് പിന്നെ 2ാമത്തെ. അപ്പോൾ ഇതിലൊക്കെ ഇയാൾ ഹീറോ ആക്കിയത് ഈ പോലീസ് തന്നെയാണ്. നമ്മുടെ മറ്റേ യാത്രയുടെ കാലത്ത്, പിണറായി വിജയൻ്റെ കേരള യാത്രയുടെ കാലത്ത് അവിടെ ചെടിച്ചട്ടി കൊണ്ട് അടിക്കുക. ഇവിടെ ആലപ്പുഴ ഒരു മുഖ്യമന്ത്രിയുടെ മറ്റേ ഗൺമാൻ ഇറങ്ങിയ ആളുകളെ അടിക്കുക, പുറത്തിറങ്ങുക, ഇങ്ങനത്തെ നോൺസെൻസുകൾ ചെയ്യുക. അത് രാജാവിനേക്കാൾ എനിക്ക് തോന്നുന്നില്ല പിണറായി വിജയൻ പറഞ്ഞു നീ പോയി അവനെ അടിക്കടാന്ന് പറഞ്ഞു കാണാൻ ഒരു സാധ്യതയില്ല. അദ്ദേഹം ബുദ്ധിയുള്ള ഒരാളല്ലേ. പക്ഷെ ഇവരടിക്കുക. എന്നിട്ട് പിണറായി വിജയൻ പറയുക അത് ഞാൻ കണ്ടില്ല, അങ്ങനെയാണോ എന്നറിയില്ല. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ പോലീസ് അത്രയ്ക്കും അഴിമതി ഒന്നുണ്ട്, രണ്ടാമത് ഇതുണ്ട്. പിന്നെയും ഞാൻ ഒരു കാര്യം എത്ര ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, പോലീസിൽ വലിയ തോതിലുള്ള വർഗീയതയും ജാതീയതയും വളർന്നിട്ടുണ്ട്. എൻ്റെ അനുഭവം വളർന്നിട്ടുണ്ട്.
ഒരു കാലത്ത് സമൂഹത്തിലുള്ളതാവും പോലീസിൽ വരിക. ഞാനത് അങ്ങനെ കാണുന്നില്ല. വർഗീയതയും ജാതീയതയും പോലീസിൽ നല്ല തോതിൽ വളർന്നിട്ടുണ്ട്. പ്രതികളെ ജാതി നോക്കി, ഇപ്പോൾ ഒരു ഉദാഹരണം ഞങ്ങൾ പറയാറുണ്ട്, സ്വർണം മോഷ്ടിച്ച പോറ്റിയോടുള്ള ട്രീറ്റ്മെൻറ്റും വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചു എന്ന് പറയുന്ന ബിന്ദുവിനോടുള്ള ട്രീറ്റ്മെൻറ്റും രണ്ടും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു തിരുവനന്തപുരത്ത് പേരൂർക്കട, അവർ മോഷ്ടിച്ചിട്ടൊന്നുമില്ല, അവസാനം മാല കണ്ടെത്തി. ആ സ്ത്രീക്ക് വെള്ളം ചോദിച്ചപ്പോൾ കൊടുക്കുന്നത് എന്താ പറയുക, ടോയ്ലറ്റിലെ വെള്ളം. പോറ്റിക്ക് കൊടുക്കുന്നത് ഹോർലിക്സോ തീർത്ഥജലം എന്തെങ്കിലും കൊടുക്കും. മറ്റേ കൊടിസൂനി പുറത്തിറങ്ങിയാൽ കൊടിസൂനിക്ക് സ്മോൾ അടിക്കാൻ വഴിയിൽ നിർത്തി കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇത് ആണ് പോലീസിന്റെ ഒരു രീതി. ഇതൊക്കെ എന്ത് ചോദിച്ചാലും നമ്മൾ പറയുന്നത് മറുപടി എന്താണെന്ന് അറിയാം രാമേന്ദ്ര, ഒറ്റപ്പെട്ട സംഭവമാണ്. 1000 ഒറ്റപ്പെട്ട സംഭവം നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പൊ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് പോലീസിനുള്ള പങ്ക് ആർക്കും നിഷേധിക്കാൻ പറ്റുമോ? ഒരു നിരക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും മനുഷ്യരുടെ ഒരു ആളുകളവിടെ കൂടി നിന്നിട്ട് മുഴുവൻ കൊളാക്കി നാശമാക്കിയ ഒരു പോലീസുണ്ട് ഇവിടെ. അത് ആര് ചെയ്തു എന്തിനു ചെയ്തു എന്നുള്ള രാഷ്ട്രീയമൊക്കെ വിടും. പോലീസിന്റെ ആക്ഷൻ എന്തായിരുന്നു അവിടെ? അതിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടോ? ഇവിടെ എറണാകുളത്ത് ഇവിടെ സിമ്പിൾ ഒരു വലിയ ചരിത്ര പണ്ഡിതൻ ഉണ്ടായിരുന്നല്ലോ, ചരിത്ര സ്ഥാനങ്ങൾ സൂക്ഷിച്ചിരുന്ന അല്ലേ, മോൻസൺ മാവുങ്കൽ. ആരയാൾക്ക് കാവൽ നിന്നിരുന്നത്? കേരളത്തിലെ DGP, കേരളത്തിലെ ADGP. എന്നിട്ട് ഇവിടെ പോലീസുകാരനെ ഏതോ ഒരു CI അയാൾക്കെതിരെ കേസെടുത്തില്ല. CI അവിടെ ചെല്ലുമ്പോൾ മറ്റേ സിനിമയിൽ മമ്മൂട്ടിയുടെ ഒരു മോഹൻലാലിന്റെ സിനിമയിൽ അവിടെ IG ഇരിക്കുക, DGP ഇരിക്കുക, വാളൊക്കെ പിടിച്ച്, മോശയുടെ വടിയും ടിപ്പുവിന്റെ വാളും മോശയുടെ വടിയൊക്കെ പിടിച്ച് മറ്റേ അവിടെ DGP ഇരിക്കുക. ആ DGP ഇരിക്കുന്ന സ്ഥലത്തെ DGPക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ ഇത്രയും വലിയ ഭൂലോക തട്ടിപ്പുകാരൻ നമ്മുടെ മരമുറി, ഞാൻ അതൊന്നും പറയുന്നില്ല, മരമുറി കേസുകാരൻ എത്ര കാലം ഇവിടെ കിടന്ന് വിളിച്ചു കിടന്നു. ഇപ്പം അയാൾ എന്തൊരു വാഴുക. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ പോലീസ് വളരെ സെലക്റ്റീവാണ്. ഇത് ജനങ്ങൾക്ക് ബോധ്യം വരികയാണ്. അപ്പം സംബന്ധിച്ചിടത്തോളം പോലീസിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പോലീസ് ന്യൂട്രലാണ്. നമ്മുടെ ഭരണഘടനയുടെ പറയുന്ന പോലെ നിയമങ്ങളുടെ സംരക്ഷണം എല്ലാവർക്കും തുല്യമായി കിട്ടണം. ആർട്ടിക്കിൾ 14 പറയുന്ന പോലെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അഴിമതിയുണ്ട്. ഇതിൽ വേറൊരു ഗുണവും കൂടി ഉണ്ട്. ഈ അനിശ്ചിതത്വം വന്നാൽ അഴിമതി നടത്താൻ എളുപ്പമാണ്. വെറുതെ പറഞ്ഞാൽ മതി, ഇവിടുന്ന് DC സെക്രട്ടറി വിളിച്ചിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ എന്ത് തെമ്മാടിത്തരവും ചെയ്യാം. ഞാൻ അയാൾ വിളിച്ചിരുന്നില്ലയോ, അല്ലെങ്കിൽ ശശിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ പോലീസുകാരനുള്ള തല്ലിക്കൊല്ല. കാരണം മതി, പിന്നാലെ സംരക്ഷിച്ചോളൂ. ഇപ്പോൾ ഉമേഷ് ബാബുവിനെ തന്നെ 12 കൊല്ലമായിട്ട് സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? സംരക്ഷിക്കുന്നത് ഇവരൊക്കെ ഇതിൽ പിടിപാടുള്ള ആളുകളും അയാൾ ആരെങ്കിലും മുകളിൽ പോയി പിടിച്ചിട്ടുണ്ടാവും എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇത് എന്തിനാണ് പോലീസിനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഭരണ നേതൃത്വം കാര്യക്ഷമതയില്ലാത്തതും പക്ഷപാതിത്വവും ഈ പറഞ്ഞതുപോലെ എന്താ പറയുക ഇത്തരം നേരത്തെ പറഞ്ഞ സെൽഭരണം പോലെയുള്ള താല്പര്യങ്ങളും ഉള്ളതുമാണ് വരും. സാർ, ഈ ഉമേഷിന് എതിരെയുള്ള പരാതിയല്ല, ഈ പെൺകുട്ടി പരാതിക്കാരിയെ പീഡിപ്പിച്ചു, 4 പേരുടെ ഇന്ന് കൈക്കൂലി മേടിച്ചു. SP-യുടെ റിപ്പോർട്ടുണ്ട്, CI ആത്മഹത്യാക്കുറിപ്പിൽ ഇയാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഒക്കെ തന്നെ ഒരു DYSP എന്തിനാ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? ഇത് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഈ ആരോപണ വിധേയനായ ഒരു പോലീസ് ഓഫീസർ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നത്. അതായത് അത് പാലത്തായി കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ രൂക്ഷമായിട്ട് കത്തി നിൽക്കുന്നതാണ് സമൂഹത്തിൽ. ദിവ്യ കേസിലെ പോലീസ് ഓഫീസറുണ്ട്. ദിവ്യ കേസ്. അപ്പോൾ PP ദിവ്യ കേസില് രക്ഷപ്പെടുത്തി കൊടുത്തു എന്ന് പറയുന്ന പോലീസുകാരൻ. ഈ പോലീസുകാരൻ എനിക്ക് തോന്നുന്ന ദിവ്യ അന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദിവ്യ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഈ പോലീസുകാരനോട്. അപ്പൊ അങ്ങനെ ഒരു പോലീസുകാരൻ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നു എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ മാത്രമല്ല ബിന്ദു അമ്മിണി സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നു. അത് വേറെ കേസ്. പക്ഷെ ഈ പോലീസിൽ ഇത് ഇങ്ങനെ വരുന്നത് എന്താന്ന് വെച്ചാൽ പോലീസിൽ പാർട്ടി ഫ്രാക്ഷൻ ഉണ്ട് എന്ന് നമുക്കറിയാം. പാർട്ടി ഫ്രാക്ഷൻ്റെ സെക്രട്ടറിയൊക്കെ ആയിരിക്കും ഓരോ ജില്ലയിലും ശശി വിളിക്കുന്നത്. ശശി മുമ്പ് നായനാരുടെ കാലത്തും പോലീസ് ഭരിച്ചുകൊണ്ടിരുന്നതൊക്കെ തന്നെ ശശിയാണ്. ഞാനിത് കാണുന്നത് കുറച്ചുകൂടി വലുതായിട്ടാണ്. ഞാൻ നോക്കുമ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു പൗരന് ഇവിടെ ഭരണം നടക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടാവും. ഞാൻ ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ 2 IAS ജയതിലക് ചീഫ് സെക്രട്ടറി എൻ പ്രശാന്ത് ഏതാണ്ട് ദിനേന ഈ ജയതിലക് കൊള്ളരുതാത്തവനാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുമ്പ് എത്ര ഭരണം ഇവിടെ നടന്നിരിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയോ മറ്റോ ഈ ബേബി ജോണൊക്കെ മന്ത്രിയായിരുന്ന കാലത്ത് ബേബി ജോണിനെയൊക്കെ ഏൽപ്പിക്കും.
ആ 2 IAS വിളിച്ചിട്ട് സംസാരിക്കാം. ഒന്ന് സംസാരിച്ച് ഇതൊന്ന് സ്വരൂപിക്കുക. ഇങ്ങനൊരു എഫർട്ട് ഈ ഭരണകാലത്ത് നടന്നിട്ടില്ല. 2 IAS അതിൻ്റെ ഇടയ്ക്ക് അശോക് ജയതിലകനെ പറ്റി എനിക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മറ്റുള്ളവരൊന്നും അത്ര മോശക്കാരൊന്നുമല്ല. വലിയ അഴിമതിയോ അങ്ങനെയോ ഇവരെയൊക്കെ വിളിച്ച് സംസാരിപ്പിച്ച് നമ്മളിത് ഇങ്ങനെ ഇത് പ്രശാന്തും ജയതിലകും കൂടി എല്ലാ ദിവസവും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭരണത്തിൻ്റെയും കൂടി പ്രതിഫലനമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതെന്ത്? അപ്പൊ IAS അസോസിയേഷന്റെ പ്രസിഡന്റാണ് അശോകല്ലേ. അതിൻ്റെ അകത്താണ് വേറെ ടിങ്കു ബിസ്വാള് ഇടയ്ക്ക് നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തി എന്ന് അസോസിയേഷന്റെ പ്രസിഡന്റ് തന്നെ കത്തെഴുതുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഇത് ലീക്ക് ചെയ്തതെന്ന് അശോക് കത്തെഴുതുന്നു. ഇത് മൊത്തം ഈ IAS ഭരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥ വൃന്ദം മൊത്തത്തിൽ കുത്തഴിഞ്ഞിരിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ അകത്താണ് ഈ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്ന് പറഞ്ഞ ആളിരിക്കുന്നത്. IAS അയാളല്ലേ ഈ ബാക്കി പോലീസുകാരെയൊക്കെ മേച്ചുകൊണ്ട് നടക്കേണ്ടത്, ശശി ഉത്തരവിട്ടാൽ പോലും. അപ്പം മൊത്തത്തിൽ ഈ ആഭ്യന്തര വകുപ്പിൽ മാത്രമല്ല, മൊത്തത്തിൽ ഭരണം കുത്തഴിഞ്ഞ് ഈ പാർട്ടി ലിക്വിഡേഷനിലേക്ക് പോകുന്ന ഒരു മട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ പോലീസും കുത്തഴിഞ്ഞ് മൊത്തത്തിലൊരു അരാജകത്വം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ക്രമസമാധാനത്തിനും ശബരിമല ദൈവങ്ങൾക്കും ഒന്നും സംരക്ഷണം. ഭഗവാൻ എന്തിനാ പാറാവ് എന്ന് നായനാര് ചോദിച്ചത് അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണ് ഈ CPMന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രശ്നം. അല്ല, ജനങ്ങൾക്ക് ഒരു വിശ്വാസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയല്ലേ ഇതോടുകൂടി പോലീസിലുള്ള? അല്ല, അത് തന്നെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. പോലീസിൻ്റെ തലപ്പത്തുള്ള തമ്മിലടി, IAS തലപ്പത്തുള്ള തമ്മിലടി, ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തമ്മിലടി, തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ നെഗറ്റീവ് ആവുക, ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും മനുഷ്യന് സംശയം വരും. ഒരു സംശയമല്ലല്ലോ, വിശ്വാസം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സംവിധാനത്തിലുള്ള വിശ്വാസമാണ് ഒരു സമൂഹത്തിൻ്റെ അടിത്തറ. ഈ സംവിധാനത്തിൽ വിശ്വാസമില്ലെങ്കിൽ, ഹാംലെറ്റിൽ ഷേക്സ്പിയർ എന്നെ പറയുന്നുണ്ടല്ലോ, ആ കാവൽ നിൽക്കുന്ന ആൾ അവിടെ ഉണ്ട് എന്ന് ഉറപ്പില്ല എന്ന്. വരുന്ന ഹാംലെറ്റ് ഓർമ്മയുണ്ടല്ലോ, ആ കയറി വരുന്ന പോലീസുകാരൻ സംശയിക്കുകയാണ് അവിടെ നിൽക്കുന്ന പോലീസുകാരനാണോ എന്ന്. യഥാർത്ഥത്തിൽ ഹാംലെറ്റിൻ്റെ തുടക്കം അവിടെയാണ് ഞാൻ കാണുന്നത്. കാരണം അല്ലെങ്കിൽ വരുന്ന ആൾക്കറിയാലോ അവിടെ പോലീസ് പാറാവ് ഉണ്ടാവുന്നത്, നിൽക്കുന്ന ആളല്ലേ ചോദിക്കണ്ടേ ഹൂ ഈസ് കമ്മിങ്. പക്ഷേ ഹാംലെറ്റിൽ ചോദിക്കുന്നത് തിരിച്ചാ, ഹൂ ഇസ് ദയർ, ഹൂ ഇസ് ദാറ്റ് എന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പാറാവുകാരൻ അവിടെ ഉണ്ടാകുമോ എന്ന് വരുന്ന പാറാവുകാരന് സംശയമുള്ള തരത്തിൽ ഉള്ളൊരു സംവിധാനം. അതാണ് സംതിങ് ഈസ് റോട്ടൻ. സാന്ദർഭികമായി പറഞ്ഞോട്ടെ, ഈ നീലകണ്ഠൻ ഇത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ഈ കാവൽക്കാരൊക്കെയാണ് അവരെയൊക്കെ നായകന്മാരാക്കി റോസൻ ക്രാൻസ് ആൻഡ് ഗിൽഡൻസ്റ്റാൻ ആർ ഡെഡ് എന്ന് പറഞ്ഞ് നാടകം എഴുതിയ ടോം സ്റ്റോപ്പാണ് മരിച്ചുപോയി. അല്ല, ഇത് പുതിയ വാർത്ത. അല്ല, ഞാൻ എപ്പോഴും ഹാംലെറ്റ് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഇതാ, ആദ്യത്തെ രംഗം മാത്രം മതി. സംതിങ് ഈസ് റോട്ടൻ ഇൻ ഡെൻമാർക്ക് എന്നതിൻ്റെ അവസാനം വരാൻ. കാരണം കാവൽ നിൽക്കുന്ന പോലീസുകാരൻ അവിടെ ഉണ്ടോയെന്ന് വരുന്ന പോലീസുകാരന് ഉറപ്പില്ലാത്ത, ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കാവൽ നിൽക്കുന്ന ഒരാൾ പോലീസുകാരനാണോ സംശയം എന്നുള്ള തിരിയേണ്ട. പിന്നെ ആ സംവിധാനത്തിന് എന്താ വിശ്വാസം? ഇവിടെ പോലീസുകാരനാണോ ഏരിയ സെക്രട്ടറി ആണോ എന്നുള്ള സംശയം. അല്ല, എന്തായാലും അതിനവിടെ നിൽക്കാൻ പറ്റുമോ? അപ്പം ആ ഒരു സംഗതി ശരിക്കും വലിയ തോതിൽ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഈ കൊള്ളയുടെയൊക്കെ കാര്യം അതാണ്. ഇന്ന് നോക്കൂ, വയലൻസ് എത്ര കൂടുതലാണ്. കുറേ എന്തെല്ലാം വയലൻസാണ് നമ്മൾ ഒരു ദിവസം കാണുന്നത്. ആ വയലൻസ് ഒരു സമൂഹത്തിൻ്റെ സ്വഭാവമാവുകയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംവിധാനം തകരുകയും ചെയ്യുമ്പോൾ ഇത് രണ്ടും പരസ്പരം കോംപ്ലിമെൻ്ററി. വയലൻസ് കൂടുമ്പോൾ മറ്റത് കുറയുന്നു എന്നുള്ളത് കൂടുതൽ വയലൻസിനെ കൂട്ടും. അതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, അപ്പോൾ ഈ ശശി പോലീസിൽ നിന്ന് കേരള പോലീസിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നിർത്താൻ പറ്റുമോ? പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഈ കേരള പോലീസിൻ്റെ ഇന്നത്തെ അവസ്ഥയുടെ ഒരു പ്രതീകമായിട്ടൊരു മനുഷ്യൻ കേരളത്തിലെ IPSന്റെ തലപ്പത്ത് നിൽക്കുന്നുണ്ട്, യോഗേഷ് ഗുപ്ത. യോഗേഷ് ഗുപ്ത നല്ല ഒന്നാന്തര ഓഫീസറായിരുന്നു എന്ന് എനിക്കറിയാം. പല കേസുകളും പിടിച്ചതാണ്. മുമ്പും ഡെപ്യൂട്ടേഷനിലും ഒക്കെ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാനായിട്ട് ഇവിടെ ഒരു ക്ലിയറൻസ് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസൊന്നുമില്ല എന്നുള്ള ക്ലിയറൻസ് കൊടുക്കണം. ഈ ക്ലിയറൻസ് കൊടുക്കുന്നില്ല ഈ ശശി പോലീസ്. ക്ലിയറൻസ് കൊടുത്താൽ അദ്ദേഹം പോയി അവിടെ EDയുടെ തലപ്പത്ത് വരുമോ എന്നുള്ള സംശയം CPMനുണ്ട്. അപ്പോൾ കൂടുതൽ പിടിക്കപ്പെടുമോ എന്നൊക്കെ.
അപ്പോൾ പോലീസ്, സാധാരണ പോലീസുകാർ, DYSP, SI, CI ഇവരുടെയൊക്കെ മുകളിലുള്ള ആളുകളല്ലേ ഈ IPS ഓഫീസർമാർ. യോഗേഷ് ഗുപ്ത വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളല്ലേ. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കും. അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കേസുണ്ടോ? എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്കുള്ള പരാതി സെല്ലിൽ ഇമെയിൽ അയച്ചുകൊണ്ടിരിക്കുക. എൻ്റെ വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹം കടലാസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലെന്ത് നടപടിയായി? ഞാൻ ഇങ്ങനെ ചോദിച്ചിരുന്നല്ലോ, അതിലെന്ത് നടപടിയായി എന്ന്. എന്തൊരു ഗതികേട്. DGPക്ക് വിവരാവകാശം വേണ്ടി വരും. അപ്പൊ നമ്മളൊക്കെ സ്ഥിതി എന്താ? അതാണ് കേരളത്തിലെ പോലീസിന്റെ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.